ചില ബിസിനസ് എന്താണെന്നറിയോ? മിക്ക ബേബി പ്രോഡക്റ്റ് കമ്പനികളുടെ പരസ്യങ്ങളും ലക്ഷ്യമിടുന്നത് കുഞ്ഞുങ്ങളെയല്ല, മറിച്ച് മാതാപിതാക്കളുടെ മനസ്സിനുള്ളിലെ ഗിൽറ്റ് അല്ലെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടതൊന്നും നൽകുന്നില്ലേ എന്ന ഭയത്തെയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് കുഞ്ഞുണ്ടായി. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാണാൻ ചെല്ലാമെന്നോർത്ത് ലൊക്കേഷൻ ചോദിക്കാൻ വിളിച്ചപ്പോൾ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് കൊച്ചിന് ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വരല്ലേ, കണ്ണടച്ച് തുറക്കും മുമ്പേ ഇവരങ്ങ് വളരും, ഇനി നിനക്ക് വാങ്ങിയേ പറ്റൂ എന്നാണ് കുറച്ച് ഡൈപ്പേഴ്സ് വാങ്ങിക്കോ എന്ന്. അവളത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഞാൻ കുറച്ച് ഡൈപ്പേഴ്സും വൈപ്സും ഒക്കെ പോലെ ഡെയിലി യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് തന്നെയാണ് വാങ്ങിക്കൊണ്ട് പോയത്. സത്യത്തിൽ ആ ഫോൺ കോളിൽ നിന്നാണ് ഈ വീഡിയോയ്ക്കുള്ള കോണ്ടന്റ് എനിക്ക് കിട്ടിയതും. നിങ്ങൾക്കറിയാമോ ഇന്ന് ഇന്ത്യയിലെ ബേബി കെയർ മാർക്കറ്റ് സൈസ് എത്രയാണെന്ന്? ഈ ഒരൊറ്റ വർഷത്തിൽ മാത്രം ഏകദേശം 5.5 ബില്യൺ US$, അതായത് 45,000 കോടിയിലധികം രൂപയുടെ വമ്പൻ ബിസിനസ്സാണിത്. ഒരാളെ കാണുന്നതിന് മുൻപ് സ്നേഹിച്ചു തുടങ്ങാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുൻപേ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത്, അല്ലേ? അവരുടെ ആ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒരിക്കലും ആർക്കും ഒരു വിലയിടാൻ പറ്റില്ല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആ സ്നേഹത്തിനുള്ള വിലയുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞാലോ? എന്നെ തല്ലാൻ വടിയെടുക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കണക്കുകൾ കേൾക്കാം. അതിനു മുൻപ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു ദ ടേം പാരന്റിംഗ് ഇൻഫ്ലേഷൻ. പൊതുവെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അരിയുടെയോ പെട്രോളിൻ്റെയോ ഒക്കെ വില കൂടുന്നതാണെന്ന്. എന്നാൽ നമ്മൾ അറിയാതെ നമ്മളെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു ഇൻവിസിബിൾ ഏരിയയാണ് ഈ പാരന്റിംഗ് ഇൻഫ്ലേഷൻ എന്നത്. കാരണം ഇന്ന് നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര ലക്ഷം രൂപ പുറത്തു പോകുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു കുട്ടിയുടെ വളർച്ച വർഷങ്ങൾ നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഒരു 3 പാർട്ട് സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിലാദ്യം ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ അവൻ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങുന്നത് വരെ എത്ര പൈസ പോക്കറ്റിൽ നിന്ന് ചെലവാകും എന്ന് നോക്കാം. കൊച്ചിനെ നോക്കുന്നതിനൊക്കെ കണക്ക് പറയുന്നു എന്ന് ചിന്തിക്കാൻ വരട്ടെ. മിക്ക കപ്പിൾസും ഷോക്കായി പോയ ധാരാളം കഥകൾ അറിയാവുന്നതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പാരന്റ്സിനൊരു മുന്നറിയിപ്പായിട്ട് മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ വെൽക്കം ടു ദ പ്രോഫിറ്റ് ന്യൂസ്. നമ്മുടെ മാതാപിതാക്കളുടെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾ ജനിച്ചത് വീടുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഗവൺമെന്റ് ആശുപത്രിയിലോ ഒക്കെ ആയിരുന്നു. അന്ന് ചിലവ് വെറും ആയിരങ്ങളിൽ ഒതുങ്ങിക്കാണും. എന്നാൽ ഇന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആദ്യ സ്കാനിംഗ് മുതൽ അവൻ 1 വയസ്സ് തികയുന്നത് വരെയുള്ള കാലയളവിൽ ഒരു ശരാശരി മലയാളി കുടുംബത്തിന് ചെലവാകുന്നത് എത്രയാണെന്നറിയാമോ? കുറഞ്ഞത് 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ. ഇതേതെങ്കിലും പ്രീമിയം ലണ്ടൻ ഹോസ്പിറ്റലിലെ കണക്കൊന്നുമല്ല. നമ്മുടെ കൊച്ചിയിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഒരു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്, ദ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി. കാരണം ഇന്നത്തെ കാലത്ത് ഗർഭിണികളൊന്നും വെറും ഒരു ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത്, പിന്നെയോ മെറ്റേണിറ്റി ബുട്ടീക്ക് ക്ലിനിക്കുകളിലേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് വയ്ക്കാം. ഒരു സാധാരണ 9 മാസത്തെ പ്രഗ്നൻസി കാലയളവിൽ കുറഞ്ഞത് 10 മുതൽ 15 വരെ ഡോക്ടർ കൺസൾട്ടേഷനുകൾ വേണ്ടിവരും. ഓരോ വിസിറ്റിനും ഫീസ് മാത്രം 800 മുതൽ 1500 രൂപ വരെ. ഇത് കൺസൾട്ടേഷൻ ഫീസ് മാത്രമാണ്. ഇനി ഇതിന്റെ കൂടെ വരുന്ന പ്രതിമാസ രക്തപരിശോധനകൾ, പോരാത്തതിന് 4 മുതൽ 6 വരെ അൾട്രാസൗണ്ട് സ്കാനുകൾ, ടിഫ സ്കാൻ, അനോമലി സ്കാൻ, കോളർ ഡോപ്ലർ. അങ്ങനെ ഡെലിവറി വാർഡിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 40,000 മുതൽ 70,000 രൂപ വരെ ചോർന്നു പോയിട്ടുണ്ടാകും. ഇനി ഇത് കഴിഞ്ഞാണ് അടുത്ത മാജിക്, ദ ഡെലിവറി പാക്കേജ്. അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടെ മാത്രമാണ് ഇപ്പോഴത്തെ ഗർഭിണികൾ പ്രസവിക്കാൻ പോകുന്നത്. കാരണം അവർക്കും വിദ്യാഭ്യാസവും വരുമാനവും തങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ബോധവും ഒക്കെ ഉള്ളവരാണല്ലോ. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരു നോർമൽ ഡെലിവറി പാക്കേജ് വരുന്നത് 80,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. ഇനി അത് സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിലോ റൂം റെന്റും സർജറി ചെലവും ചേർന്ന് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ബില്ല് വരും. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു രാജ്യത്തെ ആകെയുള്ള പ്രസവങ്ങളിൽ 10% മുതൽ 15% വരെ മാത്രമേ സി സെക്ഷൻ ആകാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ സി സെക്ഷൻ നിരക്ക് എത്രയാണെന്നറിയാമോ? ചില പ്രീമിയം ഹോസ്പിറ്റലുകളിൽ അത് 50% മുതൽ 70% വരെയാണ്. എന്തുകൊണ്ടാണ് സിസേറിയൻ നിരക്ക് ഇത്രയും കൂടുന്നത്? ഒന്നുകിൽ വേദന പേടിച്ചിട്ട് മാതാപിതാക്കൾ ചോദിച്ചു വാങ്ങുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ബെഡ് ഒക്യുപ്പൻസിയും OT ചാർജും കൂട്ടാൻ ഇതൊരു ഈസി ഓപ്ഷനായി മാറുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേക്കുമുള്ള ഭീമമായ തുക കഴിയുമ്പോഴേക്കും അടുത്തത് വരും, വാക്സിനേഷൻ ആൻഡ് പീഡിയാട്രിക് കെയർ. ഇതിനിടയ്ക്ക് ഗർഭിണിയായ അമ്മയുടെ പരിചരണവും മരുന്നുകളും ഒക്കെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് മെറ്റേണിറ്റി ഇൻഫ്ലേഷനിൽ ഉൾപ്പെടുത്താം. ഇനി വീണ്ടും കുഞ്ഞിലേക്ക് വരാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ ഏകദേശം 12-ലധികം വാക്സിനുകൾ എടുക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പാരന്റൽ ഗിൽറ്റ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുറ്റബോധത്തെ മാർക്കറ്റ് ചെയ്യുന്ന വലിയൊരു ബിസിനസ് നടക്കുന്നത്.
നമ്മുടെ ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി നൽകുന്ന യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിനുകൾ ലഭ്യമാണ്. അത് തികച്ചും സുരക്ഷിതവുമാണ്. എന്നാൽ നിങ്ങളൊരു പ്രൈവറ്റ് പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കും? അവിടെ 2 തരം വാക്സിനുകൾ കാണാൻ പറ്റും. പെയിൻഫുൾ വാക്സിൻസ്, സാധാരണ നമ്മുടെ ഗവൺമെന്റ് നൽകുന്നത്. ഇനി പെയിൻലെസ് വാക്സിൻസ്, പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് വിൽക്കുന്നത്. ഒരു പെയിൻലെസ് വാക്സിൻ്റെ മാത്രം വില എത്രയാണെന്നറിയാമോ? ഒരു ഡോസിന് 3000 മുതൽ 6000 രൂപ വരെ. ഇതുകൂടാതെ ഗവൺമെന്റ് ഷെഡ്യൂളിൽ ഇല്ലാത്ത എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ചില അഡീഷണൽ വാക്സിനുകളുണ്ട്. റോട്ടാ വൈറസ്, ന്യൂമോണോക്കൽ, ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ് എ, അങ്ങനെ കുറച്ചധികം. ഈ ഒരു കാര്യത്തിൽ ഒരു സാധാരണ മലയാളി മാതാപിതാക്കൾ എന്ത് ചിന്തിക്കും? കുറച്ച് ക്യാഷ് പോയാലും സാരമില്ല, എൻ്റെ കൊച്ചിന് വേദന എടുക്കരുത്. ഇതിൽ പൂർണ്ണമായും അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവർക്കും ഇത് ആദ്യത്തെ അനുഭവമാണല്ലോ. പറഞ്ഞു കൊടുക്കാനുള്ള മുതിർന്നവർ ഇപ്പോഴും പാളയിൽ കിടത്തി കുളിപ്പിച്ച കഥ പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അതുമില്ല. ദിവസവും കാണുന്ന വാർത്തകൾ വെച്ച് ഹോസ്പിറ്റലുകളെ പേടിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ആ ഒറ്റ പേടിയിൽ ആദ്യത്തെ 1 വർഷം വാക്സിനേഷനും ഡോക്ടർ ഫീസിനും മാത്രം ഒരു കുടുംബം ചെലവഴിക്കുന്നത് 30,000 മുതൽ 50,000 രൂപ വരെയാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് എന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായുള്ള കാര്യമാണ്, സംശയമില്ല. എന്നാൽ അതിൽ ഏതാണ് അത്യാവശ്യമായത്, ഏതാണ് മാർക്കറ്റിംഗ് പ്രഷർ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാതാപിതാക്കൾ ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മോഡേൺ പാരന്റിങ്ങിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്കാണ്, ദ ഹൈ എൻഡ് ബേബി പ്രോഡക്റ്റ് മാർക്കറ്റ്. നിങ്ങൾക്കറിയാമോ ഇന്ന് ഇന്ത്യയിലെ ബേബി കെയർ മാർക്കറ്റ് സൈസ് എത്രയാണെന്ന്? ഈ ഒരൊറ്റ വർഷത്തിൽ മാത്രം ഏകദേശം 5.5 ബില്യൺ $, അതായത് 45,000 കോടിയിലധികം രൂപയുടെ വമ്പൻ ബിസിനസ്സാണിത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എന്തായിരുന്നു അവസ്ഥ? ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ പഴയ തുണി തുന്നിയുണ്ടാക്കിയ ഉടുപ്പുകൾ, വീട്ടിൽ മുത്തശ്ശി കാച്ചിയെടുത്ത വെളിച്ചെണ്ണ, ഇതൊക്കെയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. എസ്തറ്റിക് വുഡൻ ക്രിപ്സ്, വില കേൾക്കണോ? 15,000 മുതൽ 40,000 രൂപ വരെ. ഓട്ടോമാറ്റിക് സ്മാർട്ട് സ്ട്രോളേഴ്സ്, 10,000 മുതൽ 50,000 രൂപ വരെ. ഓർഗാനിക്, പാരബൻ ഫ്രീ, കെമിക്കൽ ഫ്രീ ബേബി ലോഷനുകൾ, ഷാമ്പുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബേബി സേഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, അത് വേറെ. പോരാത്തതിന് കുഞ്ഞുറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ നൈറ്റ് വിഷൻ ഉള്ള സ്മാർട്ട് ബേബി മോണിറ്റേഴ്സ്. ഇതൊന്നും പോരാതെ വേറൊരു ഐറ്റം ഉണ്ട്, ഡൈപ്പേഴ്സ് ആൻഡ് വൈപ്സ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് കുഞ്ഞുണ്ടായി. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാണാൻ ചെല്ലാമെന്നോർത്ത് ലൊക്കേഷൻ ചോദിക്കാൻ വിളിച്ചപ്പോൾ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് കൊച്ചിന് ഉടുപ്പ് വാങ്ങിക്കൊണ്ട് വരല്ലേ, കണ്ണടച്ച് തുറക്കും മുമ്പേ ഇവരങ്ങ് വളരും, ഇനി നിനക്ക് വാങ്ങിയേ പറ്റൂ എന്നാണ് കുറച്ച് ഡൈപ്പേഴ്സ് വാങ്ങിക്കോ എന്ന്. അവളത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഞാൻ കുറച്ച് ഡൈപ്പേഴ്സും വൈപ്സും ഒക്കെ പോലെ ഡെയിലി യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് തന്നെയാണ് വാങ്ങിക്കൊണ്ട് പോയത്. സത്യത്തിൽ ആ ഫോൺ കോളിൽ നിന്നാണ് ഈ വീഡിയോയ്ക്കുള്ള കോണ്ടന്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഡയപ്പേഴ്സ് ആൻഡ് വൈപ്സ്. ഒരു നവജാത ശിശുവിന് ദിവസം കുറഞ്ഞത് 6 മുതൽ 8 ഡയപ്പറുകൾ വരെ വേണം. ഒരു ബ്രാൻഡഡ് ഡയപ്പറിന് ശരാശരി 12 മുതൽ 20 രൂപ വരെയാണ് വില. അപ്പോൾ കണക്കൊന്ന് നോക്കിയാലോ, ഒരു ദിവസത്തെ ചെലവ് 100 മുതൽ 150, ഒരു മാസത്തെ ആയാലോ 3000 മുതൽ 4500 രൂപ. അപ്പോൾ ഒരു വർഷമാകുമ്പോൾ 40,000 രൂപ മുതൽ 50,000 രൂപ വരെ. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 1 വയസ്സ് തികയുമ്പോഴേക്കും വെറും ഡയപ്പറിന് മാത്രം നിങ്ങളൊരു ചെറിയ സ്കൂട്ടർ വാങ്ങാനുള്ള പണം ചെലവഴിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ കൂടെ ഫോമുല മിൽക്ക്, സെർലാക്ക്, ഓർഗാനിക് പ്യൂരീസ് ഒക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മാസ ചെലവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന ചില ബിസിനസ് എന്താണെന്നറിയോ? മിക്ക ബേബി പ്രോഡക്റ്റ് കമ്പനികളുടെ പരസ്യങ്ങളും ലക്ഷ്യമിടുന്നത് കുഞ്ഞുങ്ങളെയല്ല, മറിച്ച് മാതാപിതാക്കളുടെ മനസ്സിനുള്ളിലെ ഗിൽറ്റ്, അല്ലെങ്കിൽ അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടതൊന്നും നൽകുന്നില്ലേ എന്ന ഭയത്തെയാണ്. If you love your baby, buy this organic cotton. ഇതാണ് പരസ്യവാചകമെങ്കിൽ ഒന്ന് ആലോചിച്ചേ. നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അത് പറ്റാത്തവർ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലെന്നാണോ? ഇനി ഈ സാമ്പത്തിക പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണെന്നറിയാമോ? ദ മില്ലേനിയൽ ആൻഡ് ജെൻസി പാരൻസ്. കല്യാണം കഴിഞ്ഞ ഉടനെ അവർ ഡിങ്ക് ആയിരുന്നു. 2 പേർക്കും ജോലി, നല്ല ശമ്പളം, ആഴ്ച അവസാനങ്ങളിൽ ട്രിപ്പുകൾ, റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം, പോക്കറ്റിൽ സാമാന്യം നല്ല സമ്പാദ്യം. പക്ഷെ ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നതോടെ ഈ ലൈഫ് സ്റ്റൈൽ തലകീഴായി മറിയും. ഇവിടെ സംഭവിക്കുന്നത് 2 വലിയ ഷോക്കുകളാണ്. ദ സിംഗിൾ ഇൻകം ഷോക്ക്. കുഞ്ഞിനെ നോക്കാനായി പങ്കാളികളിൽ ഒരാൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നീണ്ട ലീവ് എടുക്കേണ്ടി വരുന്നു. അതായത് കുടുംബ വരുമാനം ഒറ്റയടിക്ക് പകുതിയായി കുറയുന്നു. ഇനി രണ്ടാമത് ദ ഡബിൾ എക്സ്പെൻസ് ജംപ്. എന്നാൽ അതേസമയം തന്നെ കുടുംബത്തിൻ്റെ മാസച്ചിലവുകൾ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വരുമാനം 50% കുറയുകയും ചിലവുകൾ 100% കൂടുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് സാമ്പത്തിക വിദഗ്ധർ കൃത്യമായ ഒരു പേര് വിളിക്കുന്നത്, ദ ഫിനാൻഷ്യൽ ക്ലിഫ്. മുൻപ് നിങ്ങൾ വളരെ ലളിതമായി പ്ലാൻ ചെയ്തിരുന്ന ബഡ്ജറ്റുകൾ കുഞ്ഞു ജനിക്കുന്നതോടെ മെഡിക്കൽ എമർജൻസികൾക്കും പ്രീമിയം ബേബി പ്രൊഡക്റ്റുകൾക്കുമായി വഴിമാറുന്നു.
ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ മാതാപിതാക്കളെ വലിയ കടക്കണിയിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുവരെ നമ്മൾ കണ്ടത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വെറും 365 ദിവസത്തെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ്. ഹോസ്പിറ്റൽ ബിൽസ്, വാക്സിൻസ്, ഡയപ്പറുകൾ, പിന്നെ പ്രീമിയം ബേബി പ്രൊഡക്റ്റുകൾ. എന്നാൽ യഥാർത്ഥ കളിയും പണത്തിൻ്റെ വമ്പൻ ചോർച്ചയും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അതായത് കുഞ്ഞിന് 2 വയസ്സ് തികയുമ്പോൾ മുതൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്താണ്? കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം. ശരിയാ, സ്കൂൾ ഫീസൊക്കെ കൂടുതലാ എന്ന് പറഞ്ഞങ്ങ് വിടാൻ വരട്ടെ. സ്കൂൾ ഫീസും ട്യൂഷൻ ഫീസും സ്കൂൾ ബസ്സിൻ്റെ ഫീസും അല്ലാതെ വേറെയും 100 കണക്കിന് കാര്യങ്ങളുണ്ട് ഇതിൽ. സത്യത്തിൽ ഒരു കുട്ടി LKG മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിറക്കാൻ ഒരു മലയാളി കുടുംബത്തിന് ഇന്നത്തെ കാലത്ത് എത്ര ലക്ഷം രൂപ വേണം? പാരന്റിംഗ് ഇൻഫ്ലേഷൻ പാർട്ട് 2, ദ എഡ്യൂക്കേഷൻ സോൺ. അതാണ് അടുത്ത ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് അതുകൂടി കേൾക്കാതെ പോകരുത് എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത സ്വന്തം അനുഭവത്തിൽ കൂടി പഠിച്ച ആ കാര്യം അതെന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.